കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികളെക്കുറിച്ച് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളത്തിലെ തൃശൂരിൽ ബിജെപി വിജയിച്ച സ്ഥലത്തും വലിയ തോതിലുള്ള വോട്ട് അട്ടിമറി നടന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസും സിപിഐയും. അവിടെ വലിയ തോതിൽ വ്യാജ വോട്ട് ചേർക്കലുകൾ ഉണ്ടായി എന്നും അന്യ ജില്ലകളിൽ നിന്നോ അന്യ മണ്ഡലങ്ങളിൽ നിന്നോ ആളുകളെ കൊണ്ടുവന്ന് തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിക്കാൻ അന്യായമായി പണിയെടുത്തു എന്നാണ് സിപിഐയുടെയും ഒപ്പം കോൺഗ്രസിന്റെയും ആരോപണം. ബിജെപി അത് തള്ളിക്കളയുകയാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ അടിത്തട്ടിൽ പണിയെടുത്തുണ്ടാക്കിയ വിജയത്തെ അവമതിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ബിജെപിയുടെ മറുപടി. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോൾ കർണാടകയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് വസ്തുതാപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ചിലതിനെക്കുറിച്ച് മാത്രമേ കമ്മീഷൻ ഇപ്പോഴും എന്തെങ്കിലും പറയാനുള്ളൂ, നോട്ടീസും കൊടുക്കാനുള്ളൂ. ഈ സീറോ വീട്ടു നമ്പർ എന്നൊക്കെ പറയുന്നതിന് കമ്മീഷന് വിശദീകരണമൊന്നുമില്ല. ഒറ്റമുറി വീട്ടിലെ 50 താമസക്കാർ എന്നതിന് കമ്മീഷന് വിശദീകരണങ്ങളൊന്നുമില്ല. എന്നാൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത തേടുകയാണ് ഇപ്പോൾ കമ്മീഷൻ ചെയ്യുന്നത്. നമ്മൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വോട്ട് ചോരി ആരോപണത്തിന് പിന്നാലെ തൃശ്ശൂരിലും നടന്നോ അങ്ങനെ അഹിതമായ ചില കാര്യങ്ങൾ? അതിൽ സിപിഐയും കോൺഗ്രസും ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് എന്തുമാത്രം കാതലുണ്ട്? ഈ വിഷയം സംസാരിക്കുകയാണ്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ സി ജോസ് വള്ളൂർ കോൺഗ്രസ് നേതാവ്, KP സന്ദീപ് CPIയിൽ നിന്ന്, ശ്രീ ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ സന്ദീപ്, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, അതായത് വലിയ തോതിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്, ഇല്ലെങ്കിൽ വിജയിക്കുമായിരുന്നില്ല എന്ന്. അതൊരൊറ്റ പറച്ചിൽ കേൾക്കാൻ നല്ലതാണ്, പക്ഷെ അതിന് നിങ്ങൾക്ക് എന്തുമാത്രം വസ്തുതാപരമായി സമർത്ഥിക്കാൻ കഴിയും? ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തെ തുടർന്ന് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പുറത്തുവിട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പൊ വീണ്ടും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വീണ്ടും ഒരു ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമേ അല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ട 2024 ജനുവരി 22 ശേഷം തൃശൂർ നഗരത്തെ കേന്ദ്രമാക്കിയുള്ള ആൾതാമസമില്ലാത്ത വീടുകളിൽ, ഫ്ളാറ്റുകളിൽ, വലിയ വലിയ ഭവന സമുച്ചയങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുനിന്ന്, പ്രത്യേകിച്ച് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെയും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെയും BJPക്ക് വിജയപ്രതീക്ഷ ഒട്ടുമില്ലാതിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായ ആളുകളെ ക്രമരഹിതമായി ഈ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നത്തെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള VS സുനിൽകുമാറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള മുൻ മന്ത്രി കൂടിയായ KP രാജേന്ദ്രൻ മുഖ്യ വരണാധികാരിക്ക് മുമ്പാകെ 2 തവണകളിലായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് മാർച്ച് മാസത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഏപ്രിൽ മാസത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രമരഹിതമായി, പ്രത്യേകിച്ച് പൂങ്കുന്നം പ്രദേശത്തെ 37 ബൂത്തുകളിൽ ഈ പറയുന്ന രൂപത്തിലുള്ള താമസക്കാർ ഇല്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം പരാതിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ജില്ലാ വരണാധികാരിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ കേൾക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷമാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന നിലയിലുള്ള വളരെ ദുർബലമായ ഒരു തൊടിന്യായമാണ് BJPയുടെ ഉന്നതരായ നേതാക്കന്മാരും ജില്ലയിലെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോറ്റുപോയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്, കരയുന്നത് എന്ന നിലയിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നടത്തുക വഴി വളരെ ദുർബലമായ ഒരു വാദമാണ് BJP ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസയോഗ്യമായി, നിഷ്പക്ഷമായി, നീതിപൂർവകമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ സംബന്ധിച്ച ഗുരുതരമായ ആരോപണം ഉയർന്നു വരുമ്പോ ഏറ്റവും കൂടുതൽ വെപ്രാളം ആ വിഷയത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർക്കാണ്. ആ BJPയുടെ നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പരസ്യമായി രംഗപ്രവേശം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ, ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ നിലയിലുള്ള ഒരു വിശദീകരണം നൽകാൻ ഈ ഭരണഘടനാ സ്ഥാപനം തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, ഇപ്പൊ ആ ഘട്ടത്തിൽ പരാതി കൊടുക്കുമ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ലേ?
കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് 2 തവണകളിലായി കൊടുത്ത പരാതികളിൽ ആ പരാതികൾ ഗൗരവത്തിലെടുക്കാതെയാണ് അന്തിമമായ വോട്ടർ പട്ടിക ഏപ്രിൽ മാസം 4-ാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ സഹിതം CPI നേതാവായിട്ടുള്ള സഖാവ് KP രാജേന്ദ്രൻ ജില്ലാ വരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ മുമ്പാകെ ഈ പരാതികൾ വോട്ടർ പട്ടിക സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ വാക്കാൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് പരാതിയായി രേഖാമൂലവും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പരാതികൾ ഒന്നും പരിഗണിക്കാതെയാണ് ഏപ്രിൽ മാസം 4-ാം തീയതി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അന്തിമമായിട്ടുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ജോസ് വള്ളൂർ, ഇതിപ്പോ ഗുരുതര സ്വഭാവമുള്ള ഒരു ആക്ഷേപമാണല്ലോ. കാരണം കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും വിജിലന്റായ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കെ, ഇപ്പം നോർത്തിലേക്കൊക്കെ പോയാൽ അവിടുത്തെ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ടിക്കൊക്കെയും അടിത്തട്ടിൽ എന്തുമാത്രം പ്രവർത്തകരുണ്ട്, അടിത്തട്ടിൽ എന്തുമാത്രം നിരീക്ഷകരുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളിവിടെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ ഉണ്ട്, എല്ലാ പാർട്ടികളും വളരെ വിജിലൻ്റായ അടിത്തട്ടിൽ പ്രവർത്തനമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ട് ഒരാൾക്കങ്ങ് ജയിക്കാം, അതിനെതിരെ ഒരു കാര്യമായ പ്രൊട്ടസ്റ്റോ ഒന്നും ഉണ്ടായി വരുന്നില്ല. ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ഇറങ്ങേണ്ടി വന്നു ഈ സംഭവം വീണ്ടും നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് വലിയ ഗുരുതരമായ ഒരു സംഗതിയാണല്ലോ. എന്നിട്ടും നിങ്ങൾ അതിനെ ഒരു പരാതി കൊടുത്തു, കമ്മീഷൻ അവഗണിച്ചു എന്ന മട്ടിൽ വിട്ടുകളഞ്ഞിരുന്നോ? ഇപ്പോഴാണോ വീണ്ടും ഉന്നയിക്കാൻ തോന്നുന്നത്? തൃശ്ശൂരിൽ ജനാധിപത്യം അട്ടിമറിച്ച് കള്ള വോട്ടിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ മുതൽ ഞങ്ങൾ പറയുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ അവരുടെ കുടുംബാംഗങ്ങളെ, BJPയുടെ അനുഭാവികളെ തൃശ്ശൂർ പാർലമെൻറ്റിന് പുറത്തുള്ള ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ ഈ 6 നിയോജക മണ്ഡലങ്ങളിലെ BJPയുടെ പ്രവർത്തകന്മാർ, ഉന്നത BJP നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് BJP അനുഭാവികളെ തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് ഒട്ടനവധി ബൂത്തുകളിൽ കള്ള വോട്ടായി അവർ വോട്ട് ചേർത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മ അന്നുണ്ടായത്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വോട്ട് ചേർക്കുമ്പോൾ ഹിയറിംഗ് ഉണ്ടായിരുന്നില്ല. ഹിയറിംഗ് ഇല്ലാതെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചേർത്തത്. സ്വാഭാവികമായും ഹിയറിംഗ് ഇല്ലാതെ വരുമ്പോൾ ചേർക്കുന്ന വോട്ടുകളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം പോലും അത് കൃത്യമായി പഠിച്ച് ഞങ്ങൾ അന്നേ ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള പരാതി കൃത്യമായി ബോധിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും, അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ഞാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ TN പ്രതാപൻ, അന്നത്തെ MP, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലും കളക്ടറുടെ മുന്നിലും പരാതി കൊടുത്തതാണ്. അയ്യന്തോളിൽ 37-ാം നമ്പർ ബൂത്തിൽ 79 വോട്ട് കള്ളവോട്ട് ഞങ്ങൾ കണ്ടെത്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് തലേ ദിവസം കൃത്യമായി ആ വോട്ട് ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൃത്യമായി അത് പരാതി കൊടുത്ത് അത് പറഞ്ഞപ്പോൾ ആ 79 വോട്ടിൽ ഒരു വോട്ട് ഒഴികെ 78 വോട്ടും ചെയ്യാൻ കഴിയാതെ അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. പക്ഷേ ബൂത്ത് നമ്പർ 36 ഉൾപ്പെടെ ഒരുപാട് ബൂത്തുകളിൽ സമാനമായ രീതിയിൽ വോട്ടർമാരെ ചേർത്തി ആ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്. 1275 ബൂത്തുകളുള്ള തൃശ്ശൂർ പാർലമെന്റിൽ 642 ബൂത്തുകളിൽ BJP വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് ഇല്ലാത്ത സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോസ് വള്ളൂർ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ ബൂത്ത് നമ്പർ 37 കള്ളവോട്ട് വ്യാപകമായി ചേർത്തു, 79-ൽ 78 പേരെയും നിങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ തടഞ്ഞു എന്ന് പറയുന്നു. 36-ലടക്കം പലയിടത്തും അങ്ങനെ വ്യാപകമായി വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ബൂത്തിലൊന്നും ബൂത്ത് ഏജന്റ് വരില്ലായിരുന്നോ? ബൂത്ത് ഏജന്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹിയറിംഗ് നടത്താത്തത് കൊണ്ട് ഇതിലെ യഥാർത്ഥ വോട്ടർമാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. പിന്നെ മാത്രമല്ല, ഇതില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് മാറി വേറെ താമസ സ്ഥലത്ത് മാറി അവിടെ പോയി വോട്ട് ചേർക്കാന്ന് പറഞ്ഞാൽ ചോർക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ എനിക്ക് മുമ്പുണ്ടായിരുന്ന വോട്ട് ഞാൻ ഒഴിവാക്കണം. ഇവിടെ കൃത്യമായി ഞാൻ പറയുന്നു,
വേലൂർ പഞ്ചായത്തിൽ, കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്തിലെ 158 ബൂത്തിൽ BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ, 5 പ്രാദേശിക നേതാക്കന്മാർ, 158 ബൂത്തിലുള്ള 5 പ്രാദേശിക നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റിനകത്തെ വിയ്യൂർ പ്രദേശത്തെ വിയ്യൂർ NSS കരയോഹം പോളിംഗ് സ്റ്റേഷനിൽ വിയ്യൂർ 5-ാം നമ്പർ ബൂത്തിൽ 3 പേര് അവിടെ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ വേലൂർ 158 ബൂത്തിലെ വോട്ടറായ 2 വോട്ടർമാർ പൂങ്കുന്നം 36-ാം നമ്പർ ബൂത്തിലെ ഹരിശ്രീ സ്കൂളിൽ 2 പേര് വോട്ട് ചെയ്തു. അപ്പോൾ വേലൂർ അവർക്ക് വോട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴത്തെ വേലൂരിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്. ഇതേ സെയിം പേരുകൾ തൃശൂർ പാർലമെന്റിനകത്തുള്ള തൃശൂർ അസംബ്ലിയിലെ ബൂത്ത് 36-ലും ബൂത്ത് 5-ലും ഈ 2 ബൂത്തിലും ഈ വോട്ടർമാരുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് വോട്ടർമാരുണ്ടാകുക, ഇരട്ട വോട്ട് എന്ന് പറയുന്നതാണ് സംഭവം. ഇതുപോലെ വ്യാപകമായി ഞങ്ങൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ എടുത്ത് കൃത്യമായി അതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. 642 ബൂത്തുകളിൽ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി, പ്രത്യേകിച്ച് നഗരത്തിലെ 100ഓളം ഫ്ലാറ്റുകൾ, ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകൾ, വോട്ടർ പട്ടിക എൻ്റെ കയ്യിലുണ്ട്. ആ വോട്ടർ പട്ടികയിൽ കാണാവുന്ന ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇങ്ങനെയുള്ള വോട്ടർമാരെ സംബന്ധിച്ച് ആ വോട്ടർമാരുടെ വീട്ടുപേരില്ല. ഇപ്പം ഇല്ലാൻഡ് അപ്പാർട്ട്മെന്റ്സ്, സുരേഷ് സൺ ഓഫ് വേലു നായർ, ഇല്ലാൻഡ് അപ്പാർട്ട്മെന്റ്സ്, അത്രയേ ഉള്ളൂ. മറ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരു വോട്ടറുടെ പേര് നമ്മൾ വോട്ടർ പട്ടികയിൽ വീട്ടുപേര് കാണണം. വീട്ടുപേരില്ലാത്ത ഒട്ടനവധി വോട്ടർമാർ ബൂത്ത് നമ്പർ 79, ബൂത്ത് നമ്പർ 36, ബൂത്ത് നമ്പർ 37 തുടങ്ങി 1275 ബൂത്തുകളിൽ 642 ബൂത്തുകളിലും ഇതുപോലെയുള്ള വോട്ടർമാരെ ഞങ്ങൾ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് മാക്സിമം ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. ഇത്രയധികം വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങളുടെ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള ക്രമക്കേടിനെ കുറിച്ച് ഉത്തരവാദപ്പെട്ടവർക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് ഒരു കടലാസിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. ജോസ് വള്ളൂർ, ശരി. അപ്പോൾ അതിനകത്ത് ക്രമക്കേടുകൾ നടന്നത് നിങ്ങളുടെ കയ്യിൽ തെളിവും വിവരങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി 6 മാസക്കാലം സമയമെടുത്തുകൊണ്ട് ഒരു റിസർച്ച് നടത്തുന്നു. അതിനുശേഷം അദ്ദേഹമാണ് ഈ വിവരങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പുറത്തേക്ക് വിടുന്നത്. ശ്രീ ജോസ് വള്ളൂർ, ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ ഒരു പ്രസന്റേഷൻ ഈ കാര്യത്തിൽ നടത്താൻ, ഓരോന്നും എടുത്തു വെച്ച് തെളിവുകളടക്കം പുറത്തുവിടാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ദുരൂഹമായ മൗനത്തെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണോ? തീർച്ചയായും. ഞാൻ അതുകൊണ്ടല്ലേ കൃത്യമായ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. വേലൂർ കുന്നംകുളം അസംബ്ലി നിയോജകമണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്തിലെ 158 ബൂത്ത്, 158 ബൂത്തിലെ പ്രാദേശിക BJP നേതാക്കന്മാർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇരട്ട വോട്ടുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്തത് തൃശ്ശൂരിലെ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലാണ് 3 പേര് വോട്ട് ചെയ്തത്. വിയ്യൂർ NSS കരയോഹങ്കാളിലാണ് 2 പേര് വോട്ട് ചെയ്തത്. ഇതുപോലെ സമാനമായ ഒട്ടനവധി ആളുകളുടെ കള്ളവോട്ടിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. അതാണ് സൂചിപ്പിച്ചത്. അക്കമിട്ട് അടിവരയിട്ട് പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിച്ചിട്ടാണ് സുരേഷ് ഗോപി MP ആയത്. ശരി. ശ്രീ ഷാബു പ്രസാദ്, ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം വോട്ടർ പട്ടിക ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് അതിൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ വിലാസത്തിലെ കള്ളത്തരം, ഒറ്റമുറി വീട്ടിലെ 50ഓ 60ഓ ആളുകൾ, അപ്പോൾ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ, വ്യക്തമല്ലാത്ത ഫോട്ടോഗ്രാഫുകൾ തന്നെ ഇല്ലാത്തവ, അഡ്രസ്സിൽ കുഴപ്പമുള്ളവ, അവയെല്ലാം തുറന്നു കാണിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാൻ ഇപ്പോഴും കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി കാണുക. കമ്മീഷനാകെ ഒരു സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെട്ട ഇരട്ട വോട്ടിലുള്ള വിശദീകരണം മാത്രമേ ഇപ്പോഴും രാഹുലിനോട് ചോദിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നമുക്കറിയാം. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബെനിഫിഷ്യറി 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടുകയാണ് BJP സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ BJP അങ്ങനെ ആസൂത്രിതമായി പണിയെടുക്കുന്നു. അങ്ങനെയെങ്കിൽ തൃശ്ശൂരിലെ കഥ കൂടി പറയാം എന്നാണ് കോൺഗ്രസും CPIയും പറയുന്നത്. എന്തായിരിക്കും മറുപടി? അല്ല, ഞങ്ങൾക്ക് ഒരു ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞ് തുടർച്ചയായി 3 പ്രാവശ്യം തോറ്റു. അത് കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അവരുടെ ഉണ്ടായിരുന്ന ഒരു MP പോയി, അവർ തോറ്റു. ഇവിടെ മാത്രമല്ല BJP ഇവിടുന്ന് ജയിക്കുകയും ചെയ്തു. ഇത് ഒരു പാർട്ടിയുടെയും ഒരു നേതാവിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഒക്കെ സമനില എത്രത്തോളം തെറ്റിക്കും, അത് ഒരുമാതിരി പരിഹാസ്യമായ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തൃശ്ശൂരെ കാര്യം പറഞ്ഞു നിഷാദ്, എന്നാ ഈ ഇലക്ഷൻ നടന്നത്?
2024 ഏപ്രിലിൽ നടന്ന ഇലക്ഷനാണത്. കേരളത്തിലാണ്. ഇനി പോട്ടെ, നിങ്ങളൊക്കെ പരിഹസിക്കുന്ന പോലെ അപഹസിക്കുന്ന പോലെയൊക്കെയുള്ള ഫാസിസ്റ്റ് ഭീകര വാഴ്ച നിലനിൽക്കുന്ന UP-യിലോ ബീഹാറിലോ ഒക്കെ ഒന്നും അല്ലല്ലോ. എല്ലാ ഇങ്ങനെ രാഷ്ട്രീയ പ്രബുദ്ധതയും സാക്ഷരതയും സാംസ്കാരിക പ്രബുദ്ധതയും ഒക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന കേരളത്തിലല്ലേ, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരല്ലേ. അവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ ഒരു സംസ്ഥാനത്ത് ഇത്ര വ്യാപകമായ രീതിയിലൊരു ഇലക്ഷൻ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല, അതത്ര ചെറിയ കാര്യമല്ല. അത് 1ഉം 2ഉം ഒന്നും അല്ല. ഇവർ ഈ പറയുന്ന പോലെ 50,000 60,000 ഒക്കെയാണ് ഈ പറയുന്നത്. അതും ഈ എല്ലാ ബൂത്തുകളിലും വളരെ സജീവ സാന്നിധ്യമുള്ള, വളരെ ജാഗരൂകരായിരിക്കുന്ന പോളിംഗ് ഏജൻസിൻ്റെ മുമ്പിൽ കൂടെയാണ് ഈ ഇത്ര വലിയ തട്ടിപ്പ് എന്ന് പറയുന്ന സംഭവം നടന്നിരിക്കുന്നത്. പോരാത്തതിന് മീഡിയ വണ്ണിനെ പോലെയുള്ള അതിഘടാഘടിയൻ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ BJPയുടെ ഓരോ നീക്കങ്ങളും ഇങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്നിടത്തൂടെ BJP ഇത്ര വലിയ ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങനെയാണ് BJP. അതും BJP നിങ്ങളൊക്കെ പറയുന്ന പ്രകാരം, നിങ്ങളൊക്കെ അവകാശപ്പെടുന്ന പ്രകാരം കേരള ജനത കയ്യകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഇവിടുത്തെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ സാധിച്ചെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അല്ല ഷാബു, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ ആരോപണം കേവലമായി ഉന്നയിക്കുകയല്ല. ഇതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങളെ തുറന്നു കാണിക്കുകയാണ്. അതിന് ആർക്കുമില്ല മറുപടി പറയേണ്ടവർ നിശബ്ദത അവലംബിക്കുന്നു. കാരണം എന്താണ്? വിലാസത്തിലെ കള്ളത്തരം, ഫോട്ടോയിലെ കള്ളത്തരം, പേരിലെ കള്ളത്തരം, വീട്ടഡ്രസ്സിലെ കള്ളത്തരം, എല്ലാം കള്ളത്തരം അദ്ദേഹം തുറന്നു കാണിക്കുന്നത് വോട്ടർ പട്ടിക എടുത്തു വെച്ചിട്ടാണ്. കമ്മീഷൻ കൊടുത്ത വോട്ടർ പട്ടിക. അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ തൃശ്ശൂരിലെ കാര്യം പറയുമ്പോൾ അവിടെ ഇരട്ട വോട്ടുകളുടെ കാര്യം, ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അധിക വോട്ടുകൾ ചേർത്തതിന്റെ കാര്യം, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോപണം വയ്ക്കുന്നത്. അല്ലാതെ സുരേഷ് ഗോപിയും കള്ള വോട്ട് എന്ന ഒറ്റവാക്കല്ലല്ലോ, കാര്യങ്ങളുണ്ട് അതിനകത്ത്. അല്ല ഞാനതല്ല പറഞ്ഞു. ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ കാര്യം, ഇപ്പം തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇവരെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എൻ്റെ ദിഷാദെ? അല്ല, അന്നേ പരാതി കൊടുത്തിരുന്നു. കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും കേരള സർക്കാരിനെ കൊണ്ടും നിങ്ങൾ മീഡിയ വണ്ണിനെ കൊണ്ടൊക്കെ എന്തിന് കാശിന് കൊള്ളാവോ നിങ്ങൾക്ക്? ഇതേപോലെ ഈ ചാനൽ ഫ്ലോറിൽ ഈ വന്നിരുന്ന് തിണ്ണമെടുക്ക് കാണിച്ച് അയ്യോ സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്ത് ജയിച്ചേ എന്ന് പറഞ്ഞ് മോങ്ങാനല്ലാതെ എന്തിന് കൊള്ളാം പിന്നെ ഇവരെ കൊണ്ട്? എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്? അല്ല ഷാബു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പരാതി 2 കൊടുത്തതിന്റെ കഥയാണ് പറയുന്നത്. KP രാജേന്ദ്രൻ 2 പരാതി കൊടുത്തിട്ട് പരിഗണിക്കാതെ അന്തിമ വോട്ടർ പട്ടിക ഇറക്കി. അപ്പൊ കമ്മീഷന്റെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കപ്പെടണമെന്നാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഇന്ത്യയിലാകാനുള്ള ആവശ്യം. അപ്പോഴത്തേക്ക് വാലും ചുരുട്ടി മിണ്ടാതിരുന്നോ? അല്ല, അപ്പോഴേക്ക് ഇവരുടെ വിപ്ലവ വീര്യമൊക്കെ വിഴുങ്ങി വാലും ചുരുട്ടി മിണ്ടാതൊരു മൂലയ്ക്ക് പോയിരുന്നോ? അവിടെ കൊണ്ട് നിർത്തിയോ? ഇവിടെ വീണ്ടും ഉണ്ടായിരുന്നല്ലോ, കോടതി ഉണ്ടായിരുന്നല്ലോ. ഇവർ കോടതിയെ സമീപിച്ചോ? തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വ്യാജമാണ്, തട്ടിപ്പ് നടന്നിരിക്കുന്നു, ഇലക്ഷൻ തട്ടിപ്പ്, ഇലക്ഷൻ കേസ് ഇവർ കൊടുത്തോ? എന്താ ഇവർ കൊടുക്കാത്തത്? എന്തുകൊണ്ട് കൊടുത്തില്ല? നോക്ക്, ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എല്ലാ പാർട്ടികളും അവരുടെ വോട്ടേഴ്സ് അവരുടേതായ രീതിയിൽ വോട്ടർമാരെ ചേർക്കും. അത് ഇവർ ഒരൊറ്റ വോട്ടർമാരെ ഇവർ ചേർത്തിട്ടില്ലേ? ചേർത്തിട്ടുണ്ട്. BJP അവിടെ അടിസ്ഥാന തലത്തിൽ നല്ല ഒന്നാം തരമായിട്ട് സംഘടനാപരമായിട്ട് അവർ വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് അവർക്കുണ്ടായി. ഇനിയും ഈ ഡ്യൂപ്ലിക്കേഷൻ്റെ കാര്യം, വോട്ടർ ലിസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ, ഈ ഡ്യൂപ്ലിക്കേഷൻ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ നമ്മുടെ വോട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തെ നമ്മുടെ ഒരു ഡ്രോബാക്കാണത്. ഒരാൾ ഒരിടത്തുനിന്ന് താമസം മാറി വേറൊരിടത്ത് ചെല്ലുമ്പം അവിടെ വോട്ട് ചേർത്താൽ മറ്റിടത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 2 കിടക്കും. എൻ്റെ വോട്ട് പന്തളത്തായിരുന്നു പണ്ട്. ഞാൻ കോഴിക്കോട് വോട്ട് ചേർത്തപ്പോൾ കുറച്ച് നാൾ അവിടെ എൻ്റെ പേരിലും അവിടെ വോട്ട് കിടപ്പുണ്ടായിരുന്നു, എൻ്റെ പേരിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് മാറുമ്പോൾ അങ്ങനെ സംഭവിക്കും. ഇതിനാണ് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിനെ ആധാറുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് പറയുന്നത്. അതിനെതിരെ വാളുവെടുത്ത് ചാടുന്നത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഡ്രോബാക്സ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിലുണ്ട്, നമ്മുടെ വോട്ടർ ഡാറ്റാബേസിലുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ഇവിടെ ഏതാണ്ട് ആകാശം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന്. ഇതാണ് വോട്ടേഴ്സ് ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുണ്ട്, ഇൻഹെറൻ്റ് ആണത്. അത് മാറ്റുക എന്ന് പറയുന്നത് 100 കോടിക്കടുത്ത് വോട്ടർമാരുള്ള ഒരു ഹ്യൂജ് ഡേറ്റയാണിത്.
ഇത് കറക്റ്റ് ചെയ്യുക. ആ കറക്ഷനാണ് ഇപ്പോൾ ബീഹാർ നടന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയവർ, സ്ഥലം വിട്ടുപോയവർ, അവിടെ ഇല്ലാത്തവർ, അനധികൃതമായി കയറിയവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒഴിവാക്കുന്ന, അതിനാണല്ലോ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. അത് പാടില്ല എന്ന്. അത് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിച്ചതും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. അത് രാജ്യം മുഴുവനും ചെയ്യണം, രാജ്യം മുഴുവനും നടപ്പാക്കേണ്ട കാര്യമാണ്. അത് നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, രാഹുൽ ഗാന്ധിയുടെ പരിശോധനയുടെ പ്രയാസം നമ്മൾ കണ്ടതല്ലേ ശ്രീ ഷാബു. രാഹുൽ ഗാന്ധി ഇനി ഇപ്പൊ മൊത്തത്തിൽ നന്നാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് സഹകരിക്കുന്ന സമീപനമല്ലേ കമ്മീഷൻ എടുക്കേണ്ടത്? കമ്മീഷൻ ഇപ്പോഴും ഡിജിറ്റൽ പട്ടിക കൊടുക്കില്ല, CCTV ഫുട്ടേജ് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. സഹകരിക്കുന്നില്ല. 7 അടി പൊക്കമുള്ള സംഗതി കൊടുത്തിട്ട് ഇവന്മാർ പരിശോധിക്കാൻ പോകുന്നില്ല എന്ന് കൊടുത്താലേ അല്ലെ നമുക്ക് എല്ലാവർക്കും തരാലോ. ഒരു ഡിജിറ്റൽ പട്ടിക തന്നാൽ എല്ലാവർക്കും പരിശോധിക്കാൻ അവസരമുണ്ട്, രാജ്യം മുഴുവൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. പക്ഷേ കൊടുക്കില്ല. പരാതിയുണ്ടെങ്കിൽ ഇവിടെ ഇതേ ആരോപണവും പരാതിയും രണ്ടും രണ്ടാണ് നിഷാദേ. ആരോപണം എന്ന് പറയുന്നത് ഏത് രാഹുൽ ഗാന്ധിക്ക് ഉയർത്താൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, ഇവിടെ കോടതിയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലേക്ക് പരാതി കൊടുത്ത് നിഷ്കളങ്ക ബുദ്ധിയോടെ കാത്തിരുന്നാൽ കമ്മീഷൻ പരിശോധിച്ചെല്ലാം പുറത്തു വലിച്ചിട്ട് കളയെന്നുള്ള അവരുടെ കോൺഫിഡൻസ് പോയി കാണും. കാരണം അവർ കുറെ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഒരു കമ്മീഷനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിൽ ആശയക്കുഴപ്പങ്ങളുണ്ട്, ഞങ്ങൾക്ക് അതിൽ ഡിജിറ്റൽ പട്ടിക വേണം, ഡിജിറ്റൽ പട്ടിക കിട്ടിയാൽ വേഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് പരിശോധന നടത്താൻ കഴിയും, ഡിജിറ്റൽ പട്ടിക വേണം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആത്മവിശ്വാസം കൊള്ളുന്നവർ കൊടുക്കണ്ടേ ഡിജിറ്റൽ ഇന്ത്യ ഈ പട്ടിക? അത് കൊടുക്കാതെ പേപ്പർ കൊടുക്കുകയാണ്, കെട്ടുകണക്കിന് പേപ്പർ, പരിശോധിച്ചാൽ തീരരുത് എന്ന പ്രത്യേക ബുദ്ധിയോടെ. അതൊക്കെ എന്തിനാണ്? EVM വിശ്വാസമില്ലാത്തവർക്ക് എന്തിനാണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ വിശ്വാസമില്ലാത്തവർക്ക് എന്തിനാണ് അപ്പൊ ഇലക്ട്രോണിക് ഡേറ്റ? എല്ലാവർക്കും എല്ലാത്തിനും വിശ്വാസം ഉണ്ടാവുമെന്ന് വാശി പിടിക്കരുത്. ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവും, അവിശ്വാസം ഉണ്ടാവും. അത് പരിഹരിക്കാനാണ് ഇവിടെ അതോറിറ്റീസ് ഉള്ളത് അല്ലേ? വേണ്ട, അതുകൊണ്ടാ പറഞ്ഞ അത് പരിഹരിക്കണോ അതോറിറ്റി? ഒരാൾക്ക് വിശ്വാസമില്ല. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് പരിഗണിക്കാൻ BJP-യോടല്ലോ ചോദിക്കുന്നത്, ചോദിക്കുന്ന കമ്മീഷനോടല്ലേ. നമ്മൾ ശമ്പളം കൊടുത്ത് നടത്തുന്ന കമ്മീഷനോടല്ലേ ചോദിക്കുന്നത്. എനിക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസക്കുറവുണ്ട്, അത് പരിഹരിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസക്കുറവുള്ളത് കൊണ്ട് എനിക്ക് ആ ഡിജിറ്റൽ പട്ടിക ഒന്ന് വേണം എന്ന് ആവശ്യപ്പെടുകയല്ലേ. BJP ഓഫീസിൽ പോയി ചോദിക്കാമല്ലോ. അപ്പൊ തരാനുള്ള ബാധ്യത കമ്മീഷൻ പക്ഷെ തരില്ല. കാരണം എന്താണ്? പരിശോധിച്ച് സത്യം ബോധ്യപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ. പേപ്പർ ബാലറ്റിൽ വിശ്വാസമില്ല, പേപ്പർ ബാലറ്റ് മതി എന്നുള്ളവന് പേപ്പർ അങ്ങോട്ട് കൊടുത്തു. എന്തേ പേപ്പറിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? അല്ല, കമ്മീഷന്റെ വിശ്വാസം ഡിജിറ്റലല്ലേ? അല്ല, കമ്മീഷന്റെ വിശ്വാസം ഡിജിറ്റലല്ലേ? കമ്മീഷന്റെ വിശ്വാസം ഡിജിറ്റലല്ലേ? അല്ല, കമ്മീഷന്റെ വിശ്വാസം അവിടെ നിൽക്കട്ടെ. അല്ല, രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമാണോ വില? അല്ല, രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമാണോ വില? രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമാണോ കമ്മീഷൻ വാല്യൂ ചെയ്യുന്നത്, അതോ കമ്മീഷന്റെ നിലപാടിനെയോ? അല്ല, ഇനിയിപ്പോൾ ഞാനതല്ല, ഞാൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ പേപ്പർ ബാലറ്റ് വേണമെന്ന് പറയുന്നവർക്ക് പേപ്പറിൽ മാത്രം. ഞാൻ എന്റെ കോർ പോയിന്റ് എന്താ അറിയാമോ? താങ്കൾ പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക. അല്ല, ഷാബു പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിന്റെ സങ്കീർണത, വോട്ടർ പട്ടിക, ഡ്യൂപ്ലിക്കേഷന്റെ സാധ്യത, അതൊക്കെ നമ്മുടെ ചില ഡ്രോബാക്സ് ഉണ്ട്, അതിനെ നമ്മൾ അങ്ങനെ കാണണമെന്ന്. അങ്ങനെ ഡ്രോബാക്സ് ഉള്ളതാണെങ്കിൽ ആരും പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒന്നല്ലല്ലോ. അതാരും കണ്ടുപിടിക്കട്ടെ, നമുക്ക് തിരുത്താമെന്ന ഒരു പൊതുവായ നില എടുക്കണമല്ലോ. ഇതിൽ പക്ഷേ കമ്മീഷൻ ചിലത് മറച്ചു പിടിക്കുന്നു. അങ്ങനെ ആരും പരിശോധിക്കേണ്ട, അങ്ങനെയെല്ലാം പെട്ടെന്ന് വേഗത്തിൽ പരിശോധിക്കേണ്ട എന്ന നിർബന്ധ ബുദ്ധി കമ്മീഷൻ എന്തിനാണ്? ഡ്രോബാക്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി പരിശോധിക്കാം. പക്ഷേ കമ്മീഷൻ അതിന് വഴങ്ങുന്നില്ല. ഇവിടെ KP രാജേന്ദ്രൻ കൊടുക്കുന്ന പരാതി പരിഗണിക്കുന്നില്ല. അതെന്തിനാണ്? ആര് സഹായിക്കാൻ ആവശ്യപ്പെട്ടത് കൊടുത്തു. ആവശ്യപ്പെട്ടത് ഡിജിറ്റൽ പട്ടികയാണ്, CCTV വിഷ്വൽസ് ആണ്. രാഹുൽ ഗാന്ധിക്ക് കൊടുത്തല്ലോ. ആവശ്യപ്പെട്ടത് പട്ടിക ഡിജിറ്റൽ പട്ടികയാണ്. ഹാർഡ് കോപ്പി ആയിട്ട് ഹാർഡ് കോപ്പി അല്ല ചോദിച്ചത്. ഹാർഡ് കോപ്പി അല്ല ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് കൊടുത്തല്ലോ. ഹാർഡ് കോപ്പി അല്ല ചോദിച്ചത്. അത് പരിശോധിച്ചു. അദ്ദേഹം ചില മഹാസത്യങ്ങൾ കണ്ടെത്തി വലിയ ആറ്റം ബോംബെന്നും പറഞ്ഞുകൊണ്ട് ഇടുകയും ചെയ്തല്ലോ. പിന്നെന്താ പ്രശ്നം? എന്താ കാര്യം നടന്നില്ലേ? അല്ല, കാര്യം നടന്നു. ഹാർഡ് കോപ്പി ആയാലും കാര്യം നടന്നല്ലോ. കാര്യം നടന്നു. ആളുകൾക്ക് കാര്യം മനസ്സിലായി. ആളുകൾക്ക് കാര്യം മനസ്സിലായല്ലോ. ആളുകൾക്ക് കാര്യം മനസ്സിലാവുമ്പോഴാണ് തൃശ്ശൂരിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ തൃശ്ശൂർ മാത്രം ഒരു നിഷ്കളങ്ക കേന്ദ്രം എന്ന നിലയ്ക്ക് എങ്ങനെ വിഘടിപ്പിക്കുക? എല്ലാം BJP ഒരു വിശാല ഓപ്പറേഷൻ ആയിരിക്കില്ല. ഒരു ജനത്തിന് സംശയം ഉണ്ടാവുമല്ലോ.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടുല്ലോ. ഇന്ത്യയിലെ വോട്ടർമാർക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം വർഷങ്ങളായി BJP നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടുമ്പോൾ അതിനെ കുറിച്ച് പറയാതെ മറ്റു കാര്യം പറഞ്ഞത് ശരിയല്ല. ജനങ്ങളുടെ കാര്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ തട്ടിപ്പ് നടത്തി കബളിപ്പിച്ച് അധികാരത്തിൽ വർഷങ്ങളായിട്ട് അടയിരിക്കുന്നു. അതുകൊണ്ട് സുതാര്യമായ ഇലക്ഷൻ കമ്മീഷനെ 3 അംഗങ്ങൾ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഷാബു പ്രസാദ് ആദ്യം ഒരു രാഷ്ട്രീയ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയോ പരാജയോ അല്ല അതിൽ വിഷയം. ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിജയമോ ഒരു പരാജയമോ അല്ല വിഷയം. അംഗീകരിക്കുക. അങ്ങനെ പറയല്ലേ? ഇതൊക്കെയാണ് അല്ലല്ല പറയട്ടെ. അല്ലാതെ ഞങ്ങൾ ഇത്രയും കാലം ഭരിച്ചവരാണ്, ഞങ്ങൾ ജയിച്ചാൽ അത് ജനാധിപത്യം, ഞങ്ങൾ തോറ്റാൽ അത് ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാബു ഇത് കേവലാരോപണമല്ലല്ലോ. 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളെ കാണിച്ച കാര്യമില്ല. അതിന് മറുപടി അത് പറയാതെ തോൽവി അംഗീകരിച്ചിട്ട് തോൽവി അല്ല അതിന് അല്ല ശരി. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ പറയുന്ന ജനങ്ങളെ സമീപിക്കേ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടി പറയാൻ ആരുമില്ല എന്ന നിരാശയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 18 സീറ്റിൽ നിങ്ങൾ ജയിച്ചല്ലോ. 18 സീറ്റിൽ നിങ്ങൾ ജയിച്ചെന്താ? ആ 18 സീറ്റ് നിങ്ങൾക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. കെ പി സന്ദീപ് ഇവിടെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങള് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പരാജയത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിജിലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കമ്മീഷനിലാണ് പരമാധികാരം, കോടതി പോകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോകാമായിരുന്നല്ലോ. 1 വർഷം പിന്നിട്ടു. കോടതിയും കേസും വ്യവഹാരവും ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ പിടിക്കാം എന്ന നിലയെടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? സർക്കാർ നിങ്ങളുടേതാണ്. ഇപ്പോൾ സബ്യസാചി ദാസിൻ്റെ ഒരു പഠനമുണ്ട് 2019. ഓരോ സംസ്ഥാനത്തും ഏതാണോ സർക്കാർ, ആ സർക്കാരിൻ്റെ താല്പര്യം ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നത്. അത് BJPയുടെ വിജയത്തിന് വഴിതെളിച്ചുവെന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാൻ കഴിയും. നിങ്ങൾ പക്ഷേ അതിനകത്ത് എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അദ്ദേഹം. 2, CPIക്ക് മാത്രമേ ഈ വേവലാതിയുള്ളൂ. CPMന്റെ വലിയ വർത്താനം കേൾക്കുന്നില്ലല്ലോ ഇതിനകത്ത്. തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഈ ക്രമക്കേടിനെ സംബന്ധിച്ച് ഇലക്ഷൻ റിസൾട്ട് വന്ന് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയുടെ മുമ്പാകെ പ്രത്യേകമായിട്ടുള്ള ഹർജി ഫയൽ ചെയ്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നുണ്ട്. ഷാബു പ്രസാദിന് അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. മറ്റൊരു കാര്യം, സ്വയംഭരണാവകാശമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് അകത്ത് കയറി ഇടപെടാൻ ഒരു ഭരണകൂടത്തിനും, കേരളത്തിലെ ഈ ഭരണകൂടത്തിനും സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഭരണകക്ഷിയുടെ ചട്ടുകമായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്നുള്ള ഒരു ആശങ്ക ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനോടകം വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 വർഷത്തിനുള്ളിൽ ചേർക്കാത്ത വോട്ടുകൾ 5 മാസത്തിനുള്ളിൽ നിലയിലുള്ള ആക്ഷേപങ്ങൾ. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ, ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ 2 തവണ ജില്ലാ ഭരണാധികാരിക്ക് മുമ്പാകെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള KP രാജേന്ദ്രൻ CPIയുടെ നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ ആ ഘട്ടത്തിൽ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നും ഏപ്രിൽ മാസം 26-ാം തീയതിയും പ്രത്യേകമായിട്ടൊരു പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇൻലൻഡ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ജോസ് വള്ളൂർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാർത്യായനി അമ്പലം റോഡിലുള്ള ഇൻലൻഡ് ഉദയ അപ്പാർട്ട്മെന്റിലെ വിലാസം വെച്ചുകൊണ്ട് ധാരാളം വോട്ടുകൾ കൃത്രിമമായി ചേർത്തതായിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം വീണ്ടും സമൂഹത്തിന്റെ മുമ്പാകെ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും വളരെ വിചിത്രമായ മാനദണ്ഡം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഒരു വോട്ടർ ചേർക്കാൻ ആഗ്രഹിക്കുന്ന മേൽവിലാസത്തിൽ ഒരു പോസ്റ്റൽ കാർഡ് വന്നാൽ അതുപോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള മാനദണ്ഡമായി വെച്ചുകൊണ്ടുള്ള വിചിത്രമായ നിർദ്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആളൊഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഈ മേൽവിലാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്ന പോസ്റ്റൽ കാർഡുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്
വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സംഘടിതമായ വോട്ടർ പട്ടിക ക്രമക്കേട് BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളമായി നടന്നിട്ടുണ്ട്. അതില് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനോട്, പിന്നെ തൃശ്ശൂരിനോട് അതിർത്തി പങ്കെടുക്കുന്ന പഞ്ചായത്തുകളിലെ ആളുകളെ ചേർത്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ വേലൂരിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വരവൂർ പഞ്ചായത്തിൽ നിന്നുള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിലേക്ക് വന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ പുറത്തുവിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും. ശരി, ശ്രീ ജോസ് വള്ളൂർ, ഇതിനകത്ത് നിയമ നടപടി വൈകിയെന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയാമോ? ഈ സർക്കാരിന് ഇതിനകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കമ്മീഷന്റെ അധീനതയിലാണ് സർവ്വതും എന്ന് പറയുന്നു. അതേസമയം സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതല്ലേ എന്ന ക്വസ്റ്റ്യൻ ശ്രീ ഷാബു ചോദിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇത് LDF തോറ്റുപോയ മണ്ഡലമാണല്ലോ. അവിടുത്തെ പ്രശ്നത്തെ കൂടുതൽ ഉച്ചത്തിൽ LDF ഒന്നാകെ, അതിലെ കക്ഷികൾ ഒന്നാകെ ചേർന്ന് നിന്നുകൊണ്ട് മുഴക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി എന്നുള്ളതാണ് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുര്യോഗം. ഇതിൻ്റെ ഉന്നതാധികാര സമിതിയിൽ 3 അംഗങ്ങളാണ്: പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്രമന്ത്രിനെ അതിൽ വെച്ചു. അത് തന്നെ ലംഘനമല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ആ 3 അംഗ സമിതിയിൽ ഭൂരിപക്ഷം പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിന് വേണം. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും മാറ്റി നിർത്തി അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി BJP വ്യാപകമായി വർഷങ്ങളായി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ, ജനാധിപത്യ അട്ടിമറികൾ, അത് ആവർത്തിച്ച് ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുക, ഓരോ സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തന്ത്രം. അതിന് അധികാരം ഉപയോഗപ്പെടുത്തുന്നു. അത് പറയുമ്പോൾ കോൺഗ്രസിന് എന്താ പണി? കോൺഗ്രസ് ഉള്ള കാലത്ത് അതല്ലല്ലോ അതിന് ചോദ്യം. നമ്മൾ 55 വർഷക്കാലം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ പുറകെ പിടിച്ചുകൊണ്ട്, ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഞങ്ങൾ ആദ്യത്തെ തോൽവിയല്ല ഇത്. ഞങ്ങൾ ഇതിനു മുൻപ് തോറ്റിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഒരു തോൽവി കൊണ്ടോ ഒരു വിജയം കൊണ്ടോ അവസാനിക്കുന്നവല്ല. ഇവിടെ ഞങ്ങൾ തോറ്റതിലുള്ള വിഷമം കൊണ്ട് സൂചിപ്പിക്കുന്നവല്ല. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ ഇടിവ് വന്നിരിക്കുന്നു. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഭരിക്കുന്ന കക്ഷിയുടെ, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ വലിയ ഉത്കണ്ഠയുണ്ട്, വലിയ ആശങ്കയുണ്ട്. അത് രാഹുൽ ഗാന്ധി 6 മാസക്കാലം നടത്തിയ ഹോംവർക്കിലൂടെ അക്കമിട്ട് അടിവരയിട്ട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ ജനകോടികൾക്ക് ബോധ്യപ്പെട്ടതാണ്. തൃശ്ശൂരിലെ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് ഞാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന TN പ്രതാപൻ MP ഉൾപ്പെടെ, അന്നത്തെ MP ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തതാണ്. ആ പരാതിക്ക് ഒരു പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും മാരകമായ അവസ്ഥ ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ബൂത്തിൽ, ഏകദേശം ഒരു ബൂത്തിൽ 50 മുതൽ 100 വരെ കള്ളവോട്ട് ചേർന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ 37-ാം നമ്പർ ബൂത്തിൽ 79 ഫേക്ക് വോട്ടുകൾ ഞങ്ങൾ കണ്ടെത്തി. ആ വോട്ടർ പട്ടിക എൻ്റെ കയ്യിലുണ്ട്. ആ വോട്ടർ പട്ടികയിലെ 79 വോട്ടുകളും കള്ളവോട്ടുകളാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ആ 79 വോട്ടിലെ 78 വോട്ടും ചെയ്യാതെ പോയത്. ഇതുപോലെ സമാനമായ രീതിയിൽ ഒട്ടനവധി ബൂത്തുകളിൽ 642 ബൂത്തുകൾ, കൃത്യമായി പറയുന്നു, 642 ബൂത്തുകളിൽ ഇരട്ട വോട്ടിന്റെ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ച്, ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് അറിയപ്പെടുന്ന BJPക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അറിയപ്പെടാത്ത BJPക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃത്രിമമാണ് നടന്നിട്ടുള്ളത്. ഇത് കൃത്യമായി നമ്മൾ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം, സുരേഷ് ഗോപിയുടെ വിജയം, സുരേഷ് ഗോപി വിജയിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വിജയം കൊണ്ടോ ഒരു പരാജയം കൊണ്ടോ അവസാനിക്കുന്നവല്ല. ഇവിടെ ആളുകളെ കൺവിൻസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും? ശ്രീ ജോസ് വള്ളൂർ, ഞാൻ ചോദിക്കുന്നതാണ്, സുരേഷ് ഗോപി വിജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ സുരേഷ് ഗോപി 1.5 വർഷക്കാലത്തോളം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ ഉദാഹരണം അവർക്ക് പറയാനുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി അനുകൂലിച്ച് സംസാരിക്കുന്ന കത്തോലിക്ക സഭയെ കാണിക്കാനുണ്ട്. പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ഗുണമായി നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിച്ചു? 2019
കഥയിൽ 2024 വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ചില ക്രിസ്ത്യൻസ് അല്ല, ഞാൻ പറഞ്ഞു കേൾക്കൂ, 2024 അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ചില ക്രിസ്ത്യൻ സഭകളുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പൂരം കലക്കൽ വിവാദം പോലും ഉണ്ടായെന്ന് നിങ്ങൾ തന്നെയും ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഉദാഹരണം അദ്ദേഹത്തിന്റെ ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അപ്പോൾ ജനം ഇത് കാണുകയാണ്, പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വിജയിച്ചല്ലോ എന്ന്. അതിനപ്പുറം നിങ്ങളുടെ കാരണത്തെ സ്ഥാപിക്കാൻ അതത്ര എളുപ്പമാണെന്ന് ചോദിക്കുക ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോട്ടർ പട്ടികയുടെ ക്രമക്കേടിനെ കുറിച്ച് കൃത്യമായി പറയുന്നത് വെറുതെ വേഗമായിട്ടൊരു അഭിപ്രായം പറയുന്നതല്ല. കൃത്യമായി അതിൻ്റെ ഓരോ വോട്ടർമാരുടെ എണ്ണം പരിശോധിച്ച് അവർക്കുള്ള 2 വോട്ടിനെ സംബന്ധിച്ച് ഇരട്ട വോട്ടിനെ സംബന്ധിച്ച് കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. വെറുതെ സുരേഷ് ഗോപി തോറ്റതിൻ്റെ കാരണം വോട്ടർ പട്ടികയിൽ തിരിമറിയാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവസാനിക്കുന്നില്ല. ഇത് മാസങ്ങളായി ഞങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. സുരേഷ് ഗോപി തന്നെയാണ് 2019 പരാജയപ്പെട്ടത്. അന്നും ക്രിസ്ത്യൻ സമുദായം ഉണ്ടായിരുന്നല്ലോ, അന്നും ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അന്നും തൃശ്ശൂർ പൂരം നടന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സുരേഷ് ഗോപി 2 തവണ തോറ്റു. ഒന്ന് നിയമസഭയ്ക്ക് തോറ്റു, ഒന്ന് പാർലമെന്റിന് തോറ്റു. 3ാമത്തെ തവണ സുരേഷ് ഗോപി ജയിക്കാനിടയായ സാഹചര്യം ജനാധിപത്യ സംവിധാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്പക്ഷമായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി. ആ രീതിയിലല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. KP സന്ദീപ്, ഇത് CPI മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ എന്ന പ്രശ്നം LDF-നകത്തുണ്ടോ? തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഔദ്യോഗികമായി തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുകയും പരാതികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം CPIM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും മുന്നണി എന്ന നിലയിലും CPI LDF എന്ന നിലയിലും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അവിടുത്തെ മേയർ എങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ശാസിക്കാൻ പോലും CPIM തയ്യാറാവുന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പക്ഷേ ഉറക്ക കേൾക്കുന്നത് നിങ്ങളുടെ മാത്രം ശബ്ദമാണ്. LDF-ന് ശബ്ദിച്ചേക്കുമെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അവർ പൊതുവികാരത്തിന്റെ ഭാഗമല്ലേ? തോറ്റുപോയ സുനിൽകുമാറിന് മാത്രം അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമേ ഈ കാര്യത്തിൽ ദണ്ണമുള്ളോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ അവർ പറഞ്ഞിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിഷാദ് കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല. കോടതി നടപടികളുടെ അപ്ഡേറ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങളത് ഫയൽ ചെയ്ത് കഴിഞ്ഞോ? എന്താണ് അതിന്റെ ഒരു കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് അതിശക്തമായിട്ടുള്ള തെളിവുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഒരു വിശ്വാസയോഗ്യമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം സൈറ്റ് പൂട്ടി ഡിജിറ്റൽ രേഖകൾ നൽകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. പുതിയ എന്തെങ്കിലും നിലയിലുള്ള തെളിവുകൾ അന്വേഷിക്കാനോ അത് കണ്ടെത്താനോ കഴിയാത്ത വിധമുള്ള പഴുതടച്ച നിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനർത്ഥം ഈ ആക്ഷേപങ്ങളെ പിന്നെ ഈ ആരോപണങ്ങളെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താൻ, അതിന് തെളിവുകൾ നൽകാതിരിക്കാനുള്ള വഴികളെ സംബന്ധിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ഭരണകക്ഷിയും ഇലക്ഷൻ കമ്മീഷനും ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം ശരിവെക്കുന്ന അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ പിന്നെ ഭരണകക്ഷിയുടെ ഒരു ചട്ടുകമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ നോക്കുന്നു BJP എന്നുള്ള നിലയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പൊ ഈ സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം, അപ്പൊ തോറ്റുപോയതിന്റെ നിരാശയല്ലേ? എത്ര കാലമായി തോക്കുന്നു, തോക്കുമ്പോഴെല്ലാം ഓരോന്നിനെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അത് കഴിഞ്ഞാലും ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് കേവലമായ ആക്ഷേപങ്ങളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സാധാരണ വാർത്താ സമ്മേളനം വിളിച്ചാൽ മതി. അദ്ദേഹം ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഇതാ പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരുന്നു, 0 എന്ന നമ്പറുള്ള വീട്ടു നമ്പർ കാണിച്ചു തരുന്നു, പടമില്ലാത്ത വോട്ടർ പട്ടിക കാണിച്ചു തരുന്നു, ഒരു ഒറ്റമുറി വീട്ടിൻ്റെ കഥ കാണിച്ചു തരുന്നു. ഇന്ത്യ ടുഡേ ചാനൽ പിറ്റേന്ന് അവിടെ പോകുമ്പോൾ അവിടെ ആയി പറഞ്ഞ ആളുകൾ ആരും താമസിക്കുന്നില്ല എന്ന് കാണുന്നു. ഇതിനൊക്കെ പറയണ്ടേ മറുപടി? ഇതിൻ്റെ മറുപടി ഇല്ലാതെ കിടക്കുന്നിടത്തോളം കാലം സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ള ആരോപണവും വാലിഡായി നിൽക്കില്ലേ ഷാബു? നിഷാദ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ ഇതിൽ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻ്റേതും ഇങ്ങനെയുള്ള മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളുടെ ആ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതിനെ ടെക്നോളജി ഉപയോഗിച്ച് മാറ്റാനും ഡിജിറ്റലൈസ് ചെയ്യാനും ഏറ്റവും അധികം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നതും നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെയാണ്. ടെക്നോളജി കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ.
അല്ലാതെ ഈ 100 കോടിയോളം വരുന്ന ഡേറ്റാബേസിനെ ശുദ്ധീകരിക്കുക എളുപ്പമല്ല. അല്ല, ഇത് അബദ്ധമൊന്നും അല്ല ഷാബു പ്രസാദ്, മനഃപൂർവ്വം ചെയ്തു കൂട്ടുകയാണ്. ഒറ്റമുറി വീട്ടിൽ 60 പേർ അബദ്ധമാണ്. ഒറ്റമുറി വീട്ടിലെ 60 പേർ അബദ്ധമാണോ? അല്ല, അതിന് ആ വീട്ടുടമ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആ വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് അയാൾ കോൺഗ്രസ്സുകാരനാണ്. ആ വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് അയാൾ കോൺഗ്രസ്സുകാരനാണെന്ന്. അതുമല്ല, 6 മാസം ഏറ്റവും അയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. ശരി, ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അത് തെളിവിന്റെ കാര്യമാണ് സന്ദീപും പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. അല്ല, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലേ കമ്മീഷന്? അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വീട്ടു നമ്പർ ഉണ്ടാവണമെന്നില്ലേ കമ്മീഷന്? അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ആളുകളുടെ പേര് മുഴുവൻ ഉണ്ടാവണമെന്നില്ലേ കമ്മീഷന്? 100 കണക്കിന് ആളുകൾ, 10,000 ആളുകളാണ്. പിന്നെ ഫോം 6 എന്ന് പറയുന്ന ആദ്യത്തെ വോട്ട് ചേർക്കലുള്ള ആപ്ലിക്കേഷൻ പലതവണ ഒരേ ആളുകൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊന്നും കമ്മീഷന് പരിശോധിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതും മഹാദേവപുരയിൽ, മറ്റിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ള രാജ്യത്ത് അവിടെയൊന്നും ഇല്ലാത്ത കുഴപ്പമാണ് ചിലയിടത്ത് മാത്രം കാണുന്നത്. നിൽക്കൂ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. അത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഹ്യൂജ് നമ്മുടെ വോട്ടർ പട്ടികയിലും നമ്മുടെ വോട്ടർ ഇതൊരു സുപ്രഭാതത്തിലുണ്ടായൊന്നും അല്ല, ഇതെന്നുമുള്ള. അല്ല ഷാബു, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കമ്മീഷൻ ഒട്ടും വെൽക്കമിങ് അല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇലക്ഷൻ കമ്മീഷനിൽ ആകെ ഉള്ളത് 300 എംപ്ലോയീസാണ് ഡൽഹിയിലുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ്. ബാക്കി മുഴുവനും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് 300 എംപ്ലോയീസേ ഉള്ളൂ. ഇവിടെ ഇവർ ഈ പറയുന്ന തൃശ്ശൂർ ഇലക്ഷൻ നടത്തുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാരാണ്? 50 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരാണ് ഇലക്ഷൻ്റെ ഭാഗമാകുന്നത്. അതിൽ കേവലം 300 പേര് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ് ആയിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഈ ലക്ഷക്കണക്കിനുള്ളവർ മുഴുവനും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ, കേരളത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ശതമാനം NGO യൂണിയൻ്റെയും NGO അസോസിയേഷൻ്റെയും ഭാഗമാണ്. ഇവരുടെയൊക്കെ തന്നെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നതും ഇലക്ഷൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതും. അവരാണ് ഈ ഈ BLOമാരൊക്കെ ആരാ? ഈ BLO ഒരാളെ ഇലക്ഷന് വോട്ടർ ചേർത്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ BLO പരിശോധിക്കണ്ടേ? ആ BLOയുടെ പരിശോധന കഴിഞ്ഞ് പൂർത്തിയായാൽ മാത്രമല്ലേ അയാളുടെ പേര് അതിൻ്റെ അകത്ത് വരുള്ളൂ. ഈ BLOമാർ കേരളത്തിലെ BLOമാരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ്. അവർക്കിതറിയില്ലേ? അതുമാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്ന ഇലക്ഷൻ ഏജൻസ്, ഓരോ ബൂത്തിലെയും ഇലക്ഷൻ ഏജൻസ്, ആ ഇലക്ഷൻ ഏജൻസ് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ ഏജൻസ്, അവർക്ക് ഓരോ വോട്ടറെയും നേരിട്ട് പരിചയമുള്ളവരാണവർ. അങ്ങനെയുള്ളവരെയാണ് ബൂത്തിൽ നിയമിക്കുന്നത്. അവർക്കിത് കണ്ടില്ലേ? ഇയാൾ ഇവിടെ ഉള്ള ആളല്ല. ഇപ്പം ഇവർ പറയുന്ന പോലെ കള്ള വോട്ട് ചേർത്ത ആളാണ്, കള്ള വോട്ട് ചേർത്തു, അങ്ങനെ ഇത് കള്ള വോട്ടാണ്, ഇയാൾ ഇവിടെ ഉള്ള ആളല്ല, ഇത് കള്ളനാണ് എന്ന് ഏതെങ്കിലും ബൂത്ത് ഏജൻസ് പറഞ്ഞിട്ടുണ്ടോ? അവസാനം പോളിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഇതെല്ലാം കഴിഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ ബൂത്തിൽ നിന്ന് പോകുന്നത്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു പോളിംഗ് പൂർത്തിയാവുന്നത്. എത്ര പടിയിലൂടെ, എത്ര സ്റ്റേജിലൂടെയുള്ള പരിശോധനകൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പരിശോധനകളുടെ ഘട്ടങ്ങളിലെല്ലാം ഉള്ളത് ഇവരുടെ ഉദ്യോഗസ്ഥരാണ്, ഇവരുടെ ഏജൻസാണ്. ഇവർക്കിതൊന്നും കാണാൻ വയ്യ, ഇവർക്കിത് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. ചാലഞ്ച് ചെയ്യാമല്ലോ, വേണ്ടി വന്നാൽ സംശയം തോന്നിയാൽ ചാലഞ്ച് ചെയ്യാനുള്ള അവകാശം ബൂത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഏജൻസിനില്ലേ? ഇവരെന്തുകൊണ്ട് ചെയ്തില്ല? ഇവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? എല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട്, അവിടുന്ന് വോട്ട് ചേർക്കും സാർ. ഒരു രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ട അവരുടെ വോട്ടുകൾ അവർ ചേർക്കും. നിങ്ങളും ചേർക്കും, കോൺഗ്രസും ചേർക്കും, BJPയും ചേർക്കും. BJP അത് നല്ല വൃത്തിയായിട്ടത് ചെയ്തു, നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് അടിസ്ഥാനപരമായി ഒരു ആത്മപരിശോധന നടത്തിയിട്ട് എന്നിട്ട് ജനങ്ങളിലേക്ക് ചെല്ല്. അങ്ങനെ BJP ചെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു ലോജിക്കാണ് നല്ല രസകരം. സുരേഷ് ഗോപി 2019 തോറ്റില്ലേ? 2021 സുരേഷ് ഗോപി തോറ്റില്ലേ? അപ്പോൾ 2024 സുരേഷ് ഗോപി തോറ്റേ മതിയാകൂ എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത്? എന്ത് ലോജിക്കാപ്പോൾ ഇതൊക്കെ?
പിന്നെ മഹാദേവപുരയുടെ കാര്യം പറഞ്ഞു. 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നു, ഒരു മണ്ഡലത്തിൽ മാത്രം BJP ഭൂരിപക്ഷത്തോടുകൂടി വന്നു എന്ന്. എന്തിനാ മഹാദേവപുരത്ത് പോകുന്നത്? നമ്മുടെ തിരുവനന്തപുരത്ത് നോക്ക്. തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും രാജീവ് ചന്ദ്രശേഖറായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അവസാനം കോസ്റ്റൽ ബെൽറ്റ്, കോവളം അങ്ങനെയുള്ള ഭാഗത്തെ ബെൽറ്റ് എണ്ണിയപ്പോൾ ഈ ലാറ്റിൻ കാത്തോലിക്സിന് ഭൂരിപക്ഷം വരുന്ന സ്വാധീനം വരുന്ന മേഖലകളിൽ എണ്ണിയപ്പോൾ മാത്രമാണ് അവസാന റൗണ്ട് വരെ 25,000 വോട്ടിന് മുന്നിൽ നിന്നിരുന്ന രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിന് തോറ്റത്. ഇതൊക്കെ സംഭവിക്കും ഇലക്ഷൻ്റെ അകത്ത്, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 7 മണ്ഡലങ്ങളിൽ ബിജെപിയുടെ ഉദ്യോഗസ്ഥരാണോ ഇതൊക്കെ നോക്കുന്നത്? ആരാണ് ഈ BLO മാരെന്നാണ് ഷാബു ചോദിക്കുന്നത്. തോൽപ്പിച്ചിട്ടുണ്ട് അവിടെ. അല്ല, ഇവിടെ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ദിവസം ഏപ്രിൽ മാസം 26-ാം തീയതി VS സുനിൽകുമാറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ടുള്ള KP രാജേന്ദ്രൻ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള വരണാധികാരി മുമ്പാകെ ഒരു പ്രത്യേകമായിട്ടുള്ള പരാതി കൊടുത്തു. ആ പരാതിയിൽ അദ്ദേഹം പറയുന്നത്, തൃശൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 30 ഹരിശ്രീ സ്കൂൾ പൂങ്കുന്നം ബൂത്തിൽ നിരവധി വോട്ടുകൾ ക്രമവിരുദ്ധമായി അടഞ്ഞു കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തി 44 പേർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. വോട്ട് രേഖപ്പെടുത്താൻ വന്ന ആ സമയത്ത് ഈ വോട്ടുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചു. പക്ഷെ പ്രിസൈഡിംഗ് ഓഫീസർ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് ഇവരെ വോട്ട് ചെയ്യുന്നതിന് അനുമതി കൊടുത്തു. അപ്പോ പ്രിസൈഡിംഗ് ഓഫീസർ ഈ 44 പേർക്ക് വോട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തതിനെ സംബന്ധിച്ച് ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള KP രാജേന്ദ്രൻ ഏപ്രിൽ മാസം 26-ാം തീയതി പിന്നെ ഷാബു പ്രസാദ് ഇവിടെ പറയുന്നത് കേട്ടു. പിന്നെ ഷാബു വിശദീകരിച്ച് പോകണ്ട. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഹിയറിംഗ് ഇല്ലാതെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഫോറം 6 ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനുവരി മാസം 1-ാം തീയതി 2024 18 വയസ്സ് പ്രായപൂർത്തിയായ ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ ഈ കേരളത്തിൽ നിങ്ങളുടെയൊക്കെ കൺമുമ്പിലും മൂക്കിന് കീഴിലുമല്ല ഇതൊക്കെ നടന്നത്. ജനുവരി 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളുടേതാണ്. അപ്പൊ ഫോറം 6ന്റെ വ്യാപകമായ ദുരുപയോഗം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തെ സംബന്ധിച്ചുണ്ടായ ആക്ഷേപം. ഫോറം 6 വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പുതിയ വോട്ടർമാർ എന്ന നിലയിൽ ആളുകളെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന പ്രവർത്തനം സംഘടിതമായി BJP നടത്തിയത്. ടെക്നിക്കൽ എററിന്റെ ഭാഗമായി ഏതെങ്കിലും 1-2 വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പല വോട്ടർ പട്ടികയിൽ അങ്ങനെ അപാകതകൾ കാണാൻ കഴിയും. പക്ഷെ വളരെ സംഘടിതമായി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ഒരു ഗൂഢതന്ത്രം BJP തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പയറ്റി നോക്കിയിട്ടുണ്ട്. ഇപ്പോ തൃശൂരിലെ BJPയുടെ സ്ഥാനാർത്ഥി 2019-ലും 2021-ലും തൃശൂരിൽ ലോകസഭയിലും നിയമസഭയിലും മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്. അദ്ദേഹം ആ 2 തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പാർലമെന്റ് മണ്ഡലത്തിലാണ്. എന്നാൽ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിട്ട ഒരു വിവരമുണ്ട്. തൃശൂരിലെ ഭാരത് ഹെറിറ്റേജിൽ 11 അംഗങ്ങൾ, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ ഭാരത് ഹെറിറ്റേജിൽ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇപ്പൊ താമസിക്കുന്നുണ്ടോ? ഈ ഭാരത് ഹെറിറ്റേജിനെ മറയാക്കി സുരേഷ് ഗോപിയുടെ ബന്ധുമിത്രാദികളെയും വ്യാപകമായി വ്യാജ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് തൃശ്ശൂരിലെ BJPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് BJPയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളിൽ മറ്റു പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം BJP നടത്തിയിട്ടുള്ളത്. ഇതൊരു സംഘടിതമായിട്ടുള്ള ഒരു കൊള്ള. വോട്ടർ പട്ടികയിൽ കൈകടത്തി വോട്ടർ പട്ടികയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്ന നിലയിലേക്ക് BJP പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള മൗനം വളരെ ദുരൂഹമാണ്. ജോസ് വള്ളൂർ, ഇതിനകത്ത് ഈ തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? കേട്ടില്ല. അല്ല, ഇതൊരു വലിയ സംഗതിയാണ്. രാഹുൽ ഗാന്ധി മോഡൽ ഒരു എഡ്യൂക്കേഷൻ പരിപാടിയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ ജനങ്ങളെ ഇത് മനസ്സിലാക്കിക്കാൻ? കൃത്യമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും റിസൾട്ട് വന്നതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹോംവർക്ക് അത് ചെറുതല്ല. ഒട്ടേറെ
ആളുകളുടെ വലിയ പ്രയത്നം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടാകുമ്പോൾ ആ ക്രമക്കേടിനെ കുറിച്ച് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് ഒരു പുല്ല് വില കൽപ്പിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്ന സർക്കാരും. ഇതിൽ ഏറ്റവും ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസങ്ങളിൽ, ഏപ്രിൽ 26 മുമ്പുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഡേയ്സിൽ തൃശ്ശൂർ ജില്ലാ കളക്ടറെ അമിത്ഷാ വിളിച്ചിരുന്നു. അമിത്ഷാ വിളിച്ചതുമായി ബന്ധപ്പെട്ട് അന്നേ തന്നെ ഒരു വിവാദമുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? ഈ തെരഞ്ഞെടുപ്പ് BJP ജയിക്കും, മറ്റെവിടെ ജയിച്ചില്ലെങ്കിലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ വെല്ലുവിളിച്ചവരാണ് BJPക്കാർ. അത് കൃത്യമായി ആധികാരികമായി പറയാനും സ്ഥാപിക്കാനും ഇതുപോലെ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തി കൃത്യമായി വ്യാജ വോട്ടുകളെ ഉൾപ്പെടുത്തി ജയിപ്പിക്കാനും സാധിച്ചു. നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വരവൂര്, വെള്ളത്തോൾ നഗർ, വേലൂര്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഉള്ള വോട്ടർമാർ, തൃശ്ശൂർ പാർലമെന്റിൽ വോട്ട് ചെയ്ത വോട്ടർമാർ അവരന്ന് കൊടുത്ത അഡ്രസ്സിൽ ഇപ്പോൾ താമസിക്കുന്നില്ല. അവരിപ്പോൾ വീണ്ടും വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങൾ അവിടെ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ വരുന്ന നിർത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്. പുതിയ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്. മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടിക, ബൂത്ത് വോട്ടർ പട്ടികയിൽ അവർ പേര്, നിയമസഭാ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് BJPയെ വിജയിപ്പിക്കാൻ BJPയുടെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി ചെയ്ത വ്യാജ വോട്ടർമാരാണ് എന്നുള്ള കാര്യം 100% പകൽ പോലെ വ്യക്തമാണ്. അത് ഒന്നപ്പെട്ട ഒറ്റോ രണ്ടോ വോട്ടുകൾ മാത്രമല്ല. ഒരു കാര്യം കൂടെ പറയാം, ഒരു കാര്യം കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇപ്പോ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ കണ്ടുപിടിച്ച പുതിയ വോട്ടർ പട്ടിക, ഇപ്പോൾ മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ വോട്ടർ പട്ടിക, ആ പുതിയ വോട്ടർ പട്ടികയിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ നടത്തറ ഡിവിഷൻ, പഴയ 19ഉം 21ഉം കൂട്ടിച്ചേർത്ത പുതിയ 16ാം ഡിവിഷൻ, ആ പുതിയ 16ാം ഡിവിഷനിൽ 21/1073 എന്ന വീട്ടു നമ്പറിൽ ആ 1019 ക്രമനമ്പർ മുതൽ 113 വോട്ട്, ഒരു വീട്ടിൽ 113 വോട്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതേപോലെ തന്നെ ആ ഡിവിഷനിൽ 21/1079 എന്ന വീട്ടു നമ്പറിൽ 113 വോട്ടിന് ശേഷം ക്രമനമ്പർ 1112 മുതൽ 18 വോട്ട് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, വേഗം നിറവേറ്റു. ഇത് ഈ മറ്റേ കാര്യത്തിൽ എന്താണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് നേടും.